ഒരു മുംബൈയിലാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ തൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് അലീനയ്ക്ക് നല്ലൊരു വാസസ്ഥലം ഒരുക്കാനായിട്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ അലീനയുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അലീന ഗോവർദ്ധനോട് പറയുന്നുണ്ട്, എനിക്കറിയാം അച്ഛൻ അങ്കിളിനെയും കൊണ്ട് എവിടേക്കാണ് പോകാനായിട്ട് പോകുന്നതെന്ന്. എൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയല്ലേ, അത് എനിക്ക് പണ്ടേ ഊഹിക്കാനായിട്ട് കഴിഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് മുൻപേ ഊഹിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ഗോവർദ്ധനാകെ ഞെട്ടുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ അതായത് മനസ്സറിയാവുന്ന ഒരു പെൺകുട്ടിയാണല്ലോ ഇവൾ എന്ന് ചിന്തിച്ച് പോകുന്നുണ്ട്. ഇതിനിടയിൽ മനു ആണെങ്കിൽ അലീനയെ വിളിച്ച് ബബിത പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അലീനെ, നീ എന്തിനാ പോകുന്നത്? പോകേണ്ട ആവശ്യമുണ്ടോ? പോവാതെ നിനക്ക് അവിടെ തന്നെ തുടർന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പോവണം, ഞാൻ പോയില്ലെങ്കിൽ മേഡം ഇവിടേക്ക് വരില്ല. എൻ്റെ സഹോദരങ്ങൾ അമ്മയില്ലാതെ കഴിയേണ്ടി വരും ഇനി അങ്ങോട്ട് ഞാനിവിടെ താമസിച്ചാൽ. അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഒരുക്കമല്ല മനുവേട്ട. അവരിച്ചിട്ട് സങ്കടപ്പെട്ടാലും അതൊന്നും സാരമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ബബിതയ്ക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ മനു ആണെങ്കിൽ വൈജയന്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വൈജയന്തി ആണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് എന്നെ ആവശ്യമൊന്നുമില്ല. അവർക്കിപ്പോൾ അലീന എന്ന രണ്ടാനമ്മയെ മതി. അവർ അലീനയെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതും. പിന്നെ ഞാൻ ചെന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം മനു ആണെങ്കിൽ വൈജയന്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതത്ര കണ്ട് വിജയിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് കൂട്ടുകാരെ.